കുറേ നാളത്തെ ചൂടിന് ശേഷം നല്ലൊരു അടിപൊളി മഴ ഇടിവിട്ടും കിട്ടിയേ. അതിന്റെ സന്തോഷത്തിൽ കുറച്ചു നേരം മഴയത്തും കളിച്ചു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ? എന്തായാലും മഴയൊക്കെ പെയ്ത് അറ്റ്മോസ്ഫിയർ ഒക്കെ നന്നായി തണുത്തപ്പം എനിക്കിന്ന് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ നല്ല മൂഡുണ്ടായിരുന്നേ. അങ്ങനെ വേഗം പോയി ആക്രിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയെടുത്തു. അപ്പൊ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഡിസ്പോസിബിൾ പാത്രത്തിന്റെ അടപ്പില്ലേ, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ്. അതല്ല, അത് വെച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ്. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ ആദ്യം ഞാൻ കുറച്ച് പേപ്പർ എടുത്തത് ഇതേപോലെ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് മാവൊക്കെ ഉരുട്ടില്ലേ, അത് തന്നെ സാധനം. എന്നിട്ട് അതിന് ഒന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ച് റാപ്പ് ചെയ്ത് ഇതേപോലെ സെറ്റ് ആക്കി എടുക്കണം. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഒരു 10-15 ഉണ്ട ഞാൻ ഇവിടെ ഉരുട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ പണി പാളല് അത് ഷുവറാ. ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ എന്റെ ഗ്ലൂഗൺ കേടായി. കോപ്പ് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മെഴുകുതിരി തന്നെ, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല. അങ്ങനെ മെഴുകുതിരിയിൽ ഗ്ലൂ ഗൺ ഇങ്ങനെ ഉരുക്കി നമ്മൾ ഉണ്ടാക്കിയ ഓരോ ബോൾസും ആ ഒരു പാത്രത്തിന്റെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ഇത്രയും ബോൾസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ കിട്ടിയാ നമ്മൾ എന്തുണ്ടാക്കാൻ പോണേന്ന്? കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഇതിനിടയിൽ എനിക്ക് ഏറ്റവും ക്ഷമകെട്ട പരിപാടിയാണ് ഈ മെഴുകുതിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടല്. വേറെ വഴിയില്ല. ഇനി ഒരു OHP ഷീറ്റ് എടുത്തിട്ട് നമ്മളുടെ ഗ്ലൂ ഗൺ ഇങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇരിക്കും കാണാൻ. ഇതെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഇതേപോലെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്രേ കളർ ആക്കിയിട്ട് നമ്മളുടെ ഈ ബോൾസ് ഇല്ലേ, അതിനൊക്കെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണേ. എനിക്ക് കുറേ പെയിന്റ് അടിക്കാനുണ്ടാവുമ്പോൾ അതിന് കുറച്ച് മടിയാ, തീരെ ക്ഷമയില്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കും. അപ്പൊ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുമല്ലോ. ഇപ്പൊ കാണാൻ ഒരു പാറക്കെട്ട് പോലെയൊക്കെ ഉണ്ടല്ലേ. ഇനി നമ്മളുടെ പ്ലേറ്റിന് ഒരു നല്ലൊരു ബ്ലൂ കളറും കൂടെ കൊടുത്താല് സംഭവം ഏകദേശം ഒരു 80% ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്ലൂ കളർ ഞാൻ 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫിനിഷിങ് കിട്ടും. പിന്നെ ഞാൻ ഉണ്ണിയുടെ കളിപ്പാട്ടത്തിൽ ഈ ഒരു ഐസ്ക്രീമിന്റെ ബൗളില്ലേ, അതും തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് എവിടെയെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നല്ല ഹൈറ്റിൽ ഉണ്ടാക്കി വെച്ച പാറയില്ലേ, അതിന്റെ മുകളിലേക്ക് ഇത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ബൗളും ഫുൾ ആയിട്ട് ബ്രൗൺ കളറിൽ കൊടുത്തു. ഈ ഐസ്ക്രീം ബൗളിന് ഓൾറെഡി ഡിസൈൻ ഉള്ള കാരണം അതിൽ ബ്രൗൺ കളർ കൊടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ അടുത്ത പണിയും ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റും എന്നായിരുന്നു എന്റെ വിശ്വാസം, പക്ഷെ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ബട്ടർ പേപ്പറിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉരിച്ചെടുക്കാൻ പറ്റുന്നു. അവസാനം ഞാൻ ആ OHP ഷീറ്റ് അതേ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടി. എന്നിട്ട് നമ്മളുടെ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ മുന്നേ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് ചെടികൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയി പോയി തോന്നിയപ്പോൾ 3-4 മീനുകളെ ഞാൻ ഗ്ലൂ ഗൺ കൊണ്ട് വരച്ചിട്ട് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു കുട്ടി വാട്ടർ ഫൗണ്ടെയിൻ ആണ്. എനിക്ക് പേഴ്സണലി ഇത് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന് കമന്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായം അറിയിക്കണേ. ഞാൻ വിചാരിച്ചതിൽ അടിപൊളിയായിട്ട് തന്നെ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ പിന്നെ കാണാം. ബൈ.